അമേസ് VX വേരിയൻറ്റ് 2021 മോഡല് സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. സ്വിഫ്റ്റ് ഡിസയർ 2016 മോഡല് സിംഗിൾ ഓണർ 30,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. എത്തിയോസ് 2011 മോഡല് തേർഡ് ഓണർ 82,000 കിലോമീറ്റർ. i20 ആസ്ത സിംഗിൾ ഓണർ 2018 മോഡല് കിലോമീറ്റർ 28,000. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചാത്തമ്പാറ എന്ന് പറയുന്ന ഭാഗത്താണ് കേട്ടോ. ആറ്റിങ്ങൽ ചാത്തമ്പാറ എന്ന് പറയുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി കാറുകൾ വിൽക്കുന്ന നല്ലൊരു ഷോപ്പിലാണ് വന്നേക്കുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്ക് എടുക്കാൻ കൊള്ളാവുന്ന ടൈപ്പ് വണ്ടികൾ സ്ഥിരം കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. ഒരു 3.5 ലക്ഷം രൂപ തൊട്ട് ഒരു 10-12 ലക്ഷം രൂപ വരെയൊക്കെ കിടക്കുന്ന വണ്ടികളാണ് സ്ഥിരം കിടക്കുന്ന അത്തരത്തിലുള്ള വണ്ടികൾ കിടക്കുന്ന ഷോപ്പാണ്. അപ്പോൾ ആ റേഞ്ചിനൊക്കെ ഉള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ് സ്ഥിരം വരുമ്പം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്ന നല്ല ഷോപ്പാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഈ മോഡൽ വണ്ടികളൊക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിടക്കുന്ന സ്റ്റോക്കുകൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ബാ. എത്തിയോസ് 2011 മോഡല് തേർഡ് ഓണർ 82,000 കിലോമീറ്റർ. കിലോമീറ്ററൊക്കെ ജെന്യൂനാണോ? കിലോമീറ്റർ ജെന്യൂനാണോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ നല്ല റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല. എങ്ങനെയാണ് ചോദ്യം? എത്രയാണ് ചോദ്യം? എങ്ങനെയാണ്? 265. 265. ഏത് വർഷമായിരുന്നു? 11. 2011. ഓക്കെ. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. ബോഡി ഷേപ്പൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം കേട്ടോ. ടയറൊക്കെ ആവറേജ് അല്ലെങ്കിൽ ആവറേജിന് തൊട്ട് മുകളിൽ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ടയർ കിടപ്പുണ്ട്. വേറെ പറയത്തക്ക രീതി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ചണ അല്ലാത്ത പക്ഷം വേറെ വണ്ടിക്ക് കാണാൻ വേറെ അപാകതകളൊന്നുമില്ല. പെയിൻറ്റ് ഫെയ്ഡോ അങ്ങനൊന്നുമില്ല. വണ്ടി കാണാൻ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എസ് ക്രോസ് ഓട്ടോമാറ്റിക് ആണ്. വേരിയൻ്റ് വരുന്നത് സീറ്റ സെക്കൻഡ് ഓണർ. ഏത് വർഷമാണ്? 2021 മോഡല് കിലോമീറ്റർ 77,000. 77. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ചെറിയൊരു ആൻഡ്രോയിഡൊക്കെ ഉണ്ട്. വണ്ടിക്കകമൊക്കെ ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുന്ന മോഡലാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ ആണ്. എത്ര ചോദ്യം? എത്ര? 750. 750. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? 50 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 50 മതി. ഓക്കെ. നല്ലൊരു അലോയ് വീൽസൊക്കെ ആയിട്ട് വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഡീസൻ്റാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. പെയിൻറ്റ് ഫെയ്ഡോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റേതായ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇന്നോവ ക്രിസ്റ്റ വേരിയൻ്റ് ബി തേർഡ് ഓണർ 2017 മോഡല് 1.4 പോയിട്ടുണ്ട്. 1.4. ടൈമിങ് ചെയിനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നീറ്റായിട്ടിരിക്കുകയാണ്. ഈ കിലോമീറ്റർ ജെന്യൂനാണോ? ജെന്യൂൻ കിലോമീറ്റർ. ഇത് ഒറിജിനൽ കേരള തന്നെയല്ലേ? അല്ല, റീ ആണ്. ഓക്കെ. വണ്ടിക്കകം ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, കൊള്ളാം. വണ്ടി ആ രീതി നോക്കുമ്പോൾ വലിയ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ചോദ്യം? 1475. എത്ര? 1475. ഇത് ലോൺ സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ വണ്ടിക്ക്? 12.5 കിട്ടും ലോണ്. 12.5. ഏട്ടൻ VXi ആൾട്ടോ പുതിയ മോഡലല്ലേ? അതെ. 2024 മോഡല് സിംഗിൾ ഓണറാണ്. 8,000 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. 8,000 കിലോമീറ്റർ ജെന്യൂനാണോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണറാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിൽ റീപ്ലേസ് ഒന്നുമില്ല. ഫസ്റ്റ് ടയറാണ്. അല്ല, 8,000 എന്ന് പറയുമ്പോൾ വലിയ കിലോമീറ്റർ ഓടിയിട്ടില്ലല്ലോ. വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 4.45. ഒരു 50 രൂപ കണ്ട് ഇറക്കാൻ പറ്റുമോ? അതോ ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ കയറും. നല്ല പിന്നെ
പ്രൊഫൈൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഫണ്ട് കയറുന്ന വണ്ടിയാണ്. അപ്പം അത്യാവശ്യം ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷനൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഓക്കെയാണ്. ഈ ഓൺ 3rd ഓണർ 2012 മോഡല്. ഈ വണ്ടിക്ക് ഒരു വൃത്തിക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊരു എക്സ്ചേഞ്ച് വണ്ടിയാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് കിട്ടേക്ക്, അതുകൊണ്ടാണ് വന്നത്. ഐ മീൻ പുതുതായിട്ട് ഇപ്പോൾ എക്സ്ചേഞ്ച് പോയതേ ഉള്ളൂ. അതെ 2 ദിവസം ആയതേ ഉള്ളൂ. ഇതിലിരുന്ന് ആൻഡ്രോയിഡൊക്കെ ഇളക്കിയതാരാ? അതവർ തന്നപ്പോഴേ അങ്ങനെ ഇരിക്കുക. നിങ്ങളിത് ആൻഡ്രോയിഡ് വെച്ച് കൊടുക്കുമോ? നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുമോ? ആ അത് പറ, ഉള്ളതാണോ അല്ലേ എന്നൊക്കെ അറിയണ്ടേ. ഇത് പഴയ ഇത് അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. വേണമെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വെക്കാം എന്നുള്ള ഒരു ഓപ്ഷനാണ്. ടയർ കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് വല്ലതും ഉണ്ടോ? റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. ഇല്ല. ഓക്കെ. വണ്ടി എത്ര ചോദ്യം? 1.30. 1.30. ടയറിൻ്റെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു ആവറേജിന് മുകളിലായിട്ടുള്ള ടയേഴ്സ് കിടപ്പുണ്ട്. 1.30 വില. ഇയോൺ ഇറ പ്ലസ് 2013 മോഡല്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. 87,000 കിലോമീറ്റർ. 2 പവർ വിൻഡോസ് ആണ്. വണ്ടിക്കകമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നല്ലൊരു വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു ആവറേജ് എന്നൊക്കെ പറയാം. ആ രീതിയിൽ വേറെ അപാകതകളായിട്ടൊന്നും കാണുന്നില്ല. എന്തെങ്കിലും റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്ക് ടയറിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് താഴെയാണത്. ഫ്രണ്ട് ടയറുണ്ട്, ബാക്ക് ടയർ അത്രയ്ക്ക് അങ്ങോട്ടില്ല. എത്ര ചോദ്യം? 1.60. ഓക്കെ. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ആൾട്ടോ LX അതിനെ പവർ സ്റ്റിയറിംഗ് ആക്കിയതാണ്. 2006 മോഡല്. 6. ഓണർഷിപ്പ് എത്രയാ? 3rd ഓണർ. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇതൊരു എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടിയാണ്. അല്ല, വലിയ റീപ്ലേസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ബാക്ക് ടയർ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ കുറച്ച് സ്ക്രാച്ച് വർക്കുകൾ കിടപ്പുണ്ട്. ഇത് ഈ വർക്ക് ചെയ്ത് കൊടുക്കുമോ? പെയിൻറ്റിൻ്റെ പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കുമോ? ഓക്കെ. പെയിൻറ്റ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. സൈഡൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് മെയിൻ കാര്യം. എത്ര ചോദ്യം? 75. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര നാളുണ്ട്? ഈ വർഷം ലാസ്റ്റ്. 28 ലാസ്റ്റാ? 26 ലാസ്റ്റ്. ഈ വർഷം ലാസ്റ്റ് കേൾക്കാൻ വയ്യ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. സ്വിഫ്റ്റ് ഡിസയർ 2016 മോഡല്. സിംഗിൾ ഓണർ. 30,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഏത് വർഷമായിരുന്നു? 2016. 30 ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എന്നാലും ഇത്രയും കിലോമീറ്റർ കുറവെന്ന് പറഞ്ഞോണ്ടേ ബാക്ക് സൈഡൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ടയറിൻ്റെ ഒരു കണ്ടീഷൻ പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഇതെന്താണ്? അല്ല, അഴുക്കാതെ, അത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഒന്നും ചെയ്തില്ല. ഇതും അതേ കണക്ക് കിടക്കുന്നേ ഉള്ളൂ. അത് സർവീസൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് സെയിൽ ചെയ്യും. എത്ര ചോദ്യം? എത്ര? 460. 460. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാൻ പറ്റുമോ? ഓക്കെ. വണ്ടി കാണാനൊക്കെ നീറ്റാണ് കേട്ടോ, വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ഇവിടെ 1-2 ക്ലിപ്പുകൾ ഇടണം, അല്ലാതെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കൊള്ളാം, വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ VDI 2010 മോഡല്. 3rd ഓണർ. 1.40 പോയിട്ടുണ്ട്. ടൈമിംഗ് ചെയിനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? അതെ, മാറിയിട്ടുണ്ട്. ഓക്കെ. ഡീസൽ വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. 1.40 ഓടിയെന്ന് പറയുന്നുണ്ടെങ്കിലും വണ്ടി കാണാൻ ഡീസൻ്റാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടാണ് വരുന്നതല്ല, അതാണ്ട് ഈ ടൈപ്പിൽ രീതി വരുന്നതാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും ഒക്കെ ഡീസൻ്റാണ്, അതൊന്നും കുഴപ്പമില്ല. സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി നീറ്റാണ്. ബ്ലാക്ക് കളർ ടയേഴ്സ് കുഴപ്പമില്ല. എത്ര ചോദ്യം? 1.65. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. ബ്ലാക്ക് കളർ അങ്ങനെ ഫെയ്ഡ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഫ്രണ്ട് ടയറൊക്കെ നല്ല പുത്തൻ ടയർ പോലത്തെ ടയറാണ് കിടക്കുന്നത്. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഹോണ്ട സിറ്റി ZX 2024 മോഡല്. കിലോമീറ്റർ 20,000. ഇത് ഷോറൂമിലെ ടെസ്റ്റ് ഡ്രൈവിന് പൊക്കിക്കൊണ്ടിരുന്ന വണ്ടിയാണ്.
അപ്പോൾ അങ്ങനെ ഓടിയതല്ല, വ്യക്തികൾ കൊണ്ട് കിടന്നതല്ല. അല്ലല്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് സിംഗിൾ ഓണറായിട്ട് തന്നെ ഞങ്ങൾ എടുത്തു കൊടുക്കും. ഇതുവരെ ഇതാക്കിയിട്ടില്ല, ഓണർഷിപ്പ് ആക്കിയിട്ടില്ല. ഫിനാൻസ് ആണെങ്കിൽ 9% ഇൻട്രസ്റ്റിൽ ചെയ്തു കൊടുക്കും. അതായത് ഫ്രഷ് വണ്ടി എടുക്കുന്ന രീതി. അതെ അതെ, 0 ബാലൻസിൽ ഇറക്കാനും പറ്റും. ഓക്കെ. വേറെ പാളിച്ചകളൊന്നും ഇല്ലല്ലോ, സ്ക്രാച്ചോ അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ. എന്തായാലും 20 ഓടിയില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഓക്കെ. എത്ര ചോദിക്കുന്നത്? എത്ര? 1275. 1275. സൺറൂഫ് അടക്കം വരുന്ന ടോപ്പ് വേരിയൻ്റ് ആണ്. എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഷോറൂം പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിടിലം വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. i20 ആസ്ത സിംഗിൾ ഓണർ, 2018 മോഡല്, കിലോമീറ്റർ 28,000. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. കിലോമീറ്റർ ജെന്യുവൻ ആണോ? അതെ അതെ, കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് പെട്രോൾ ഡീസൽ? പെട്രോൾ. സ്റ്റിയറിംഗ് കൺട്രോൾസും ഫോർഡോ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്ന വണ്ടിയാണ്. ബാക്ക് സൈഡ് AC വണ്ടി വരുന്നുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. ടോപ്പ് ബ്ലാക്ക് ആണ്. ഇത് സ്റ്റിക്കറാണോ? അല്ലല്ല, പെയിൻ്റ് ആണോ? ഇങ്ങനെ തന്നെ. അത് തന്നെ, സ്റ്റിക്കറാണോ? പെയിൻ്റ് ആണ്. പെയിൻ്റ് ആണ്. ഓക്കെ. ഡുവൽ ടോൺ ആണ്. ഓക്കെ. i20 എത്ര ചോദ്യം? 550. 550 ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ അതെ. ഓഡി Q3 സെക്കൻഡ് ഓണർ, 2013 മോഡല്, 1,00,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കേരളയാണ് കേട്ടോ ഇത്. കേരള. ഒറിജിനൽ കേരള വണ്ടി. 1050 വില. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? Q3 എന്ന് പറഞ്ഞാൽ സൺറൂഫ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഈ വണ്ടിയുടെ വേരിയൻറ്റിൻ്റെ രീതി അറിയത്തില്ല, എന്നെ ചീത്ത പറയരുത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. സൺറൂഫ് കാണുമ്പോൾ എന്തായാലും ഒരു ടോപ്പ് വേരിയൻ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ടയറൊക്കെ പുത്തൻ ടയറാണ് കിടക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. വണ്ടിക്ക് വേറെ എന്തെങ്കിലും അപാകതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യാതൊരു തരം അപാകതകളും ഇല്ലെന്നാണ് പറയുന്നത്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. സൺറൂഫൊക്കെ വരുന്ന മോഡലാണ്. അപ്പോൾ ഫുള്ളായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എത്ര ചോദ്യം? 1050. 1050 ചോദിക്കുന്നത്. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടി? ഒരു 2 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 2 lakhs rupees. റോയൽ എൻഫീൽഡ് സിംഗിൾ ഓണറാണ്, 2022 മോഡല്, ക്ലാസിക് 350 ആണ്. എന്ത് ഓടിയിട്ടുണ്ടെന്ന് പറയാം? 4460. അത്ര ഓടിയിട്ടുള്ള? ഓക്കെ. ജെന്യുവൻ കിലോമീറ്റർ ആണേ. ഏത് വർഷമായിരുന്നു? 22. ഓക്കെ. എത്ര ചോദ്യം? 165. ഇത് ലോൺ കയറുമല്ലോ? ലോൺ കയറും. എങ്ങനെയാണ്? എത്ര ഇട്ടാൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് 0-ൽ ഇറക്കാൻ പറ്റും. 0. ഓക്കെ. അപ്പോൾ ബുള്ളറ്റ് എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട്. പുതിയ വണ്ടിയും കൂടി ആണല്ലോ. ടയേഴ്സ് ഫസ്റ്റ് ടയർ തന്നെ, വേറെ അപാകതകളൊന്നും കാണുന്നുമില്ല. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓറ SX സിംഗിൾ ഓണർ, 2021 മോഡല്, 48,000 കിലോമീറ്റർ. റീപ്ലേസ് ഇല്ല. ആൻഡ്രോയിഡൊക്കെ ഉണ്ട്. ഫോർഡ് പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്ന മോഡലാണ്. ബാക്കൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട്. ആക്സിഡൻറ്റ് കേസൊന്നും ഇല്ലല്ലോ? ഇല്ല. ടയേഴ്സ് കൊള്ളാം. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ഹുണ്ടായി. എത്ര ചോദ്യം? 450. ഒരു 50 രൂപ കണ്ടേ ഇറക്കാം. ഫുൾ ഫണ്ട് കയറും. 100% ലോൺ സൗകര്യമുള്ള വണ്ടി. അമേസ് VX വേരിയൻറ്റ്, 2021 മോഡല്, സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ. കമ്പനി സർവീസ് വണ്ടി. റീപ്ലേസ് ഇല്ല, ആക്സിഡൻ്റ് ഇല്ല, ജെന്യുവൻ കിലോമീറ്റർ ആണ്. ഒരു ചെറിയ ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിക്ക് അകമൊക്കെ നീറ്റാണ്, അത് കുഴപ്പമില്ല. അതേപോലെ വണ്ടിയുടെ കളറൊക്കെ നോക്കിയാലും ഫെയ്ഡോ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല.
ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം എത്ര? 550. 550. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. ഒരു 80% ടയർ കിടപ്പുണ്ട്. 550. ഇന്നോവ G4 2008 മോഡല്, 7th ഓണർ. 7? ആ, ഓ മൈ ഗാഡ്. ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തതാണേ. എക്സ്ചേഞ്ച് കിട്ടിയ വണ്ടി. 238 പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. 238-ൻ്റേതായ ക്ഷീണം വണ്ടിക്കുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ സീറ്റ് കവർ രീതിയിലൊക്കെ കാണാനൊക്കെ കൊള്ളാം, നീറ്റാണ്. വണ്ടിക്കകം ആ രീതിയിലൊക്കെ കുഴപ്പമില്ല. എന്നാൽ പോലും ഇത്രയും കിലോമീറ്റർ ഓടി എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. ടയർ മൊട്ട ടയറാണ്. ടയർ മാറി കൊടുക്കുമോ? ഞങ്ങൾ ഇതേ കണക്ക് അങ്ങ് സെയിൽ ഓക്കെ, ചെയ്യും. ഇങ്ങനെ തന്നെ സെയിൽ ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ, എത്ര ചോദ്യം? 290. ഇത് എന്തെങ്കിലും കസ്റ്റമർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് എന്തൊക്കെ വേണമെന്ന് അറിഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കും. അവരുടെ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾ എടുത്ത റേറ്റ് 290. ഓക്കെ, ഇവിടെയൊക്കെ കുറച്ച് പണിയുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതാണ്ട് ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. 90. 290. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. അതെടുക്കാൻ താല്പര്യമുള്ളവർ വീണ്ടും കോൺടാക്ട് ചെയ്യുക. അതിനുവേണ്ടി പിന്നെ അവസാനത്തെ വണ്ടി ഇച്ചിരി പണിയൊക്കെ ഉള്ള വണ്ടി, പിന്നെ ഒരു ഓൾട്ടോ വലിയ ഗുണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്കിയുള്ള എല്ലാ വണ്ടികളും നല്ല വണ്ടികൾ തന്നെയായിരുന്നു. പിന്നെ ഓടിയെക്കുറിച്ച് പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെള്ളികളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ആ വണ്ടിയുടെ രീതികൾ മൊത്തത്തിൽ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ ഞാൻ ഇതിനകത്ത് എന്തുവാണ് ഞാൻ പറയാനെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിടുന്നത്. വണ്ടി കാണിച്ചു തരും. നിങ്ങൾക്ക് കാണുമ്പോൾ കാണുന്ന വൃത്തിയാണ് ആ വണ്ടിയുടെ വൃത്തി. എനിക്ക് അത്രയേ അതിനകത്ത് പറഞ്ഞു തരാനുള്ളൂ. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ വേണ്ടുന്ന വണ്ടിയുടെയൊക്കെ ആണെങ്കിൽ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കും അറിയാം. അത് ഞാൻ പറഞ്ഞും തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചങ്ങ് നിർത്തുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.